ഞാൻ ഇന്നൊരു സിനിമാ ലോകത്തെക്കുറിച്ച് പറയാൻ പോണ സിനിമ കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും സിനിമ തിയേറ്ററിനകത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളും ചിലപ്പോൾ പെണ്ണുങ്ങളെ ഞോണ്ടും ചിലപ്പോൾ ഭയങ്കര അതെ ഞാൻ തിയേറ്ററിൻ്റെ മറ്റേ വലത്തെ സൈഡിലുണ്ട് കേട്ടോ അങ്ങനെ ഫോൺ വിളിച്ച് വന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും പക്ഷേ ബാക്കിലിരുന്നാൽ ഞാൻ ക്ലിയറായിട്ട് കാണാൻ പറ്റും. പിന്നെ സിനിമാ തിയേറ്ററിനൊരു പ്രത്യേകത ഉണ്ട്. ഈ സിനിമാ തിയേറ്ററിൽ ഏറ്റവും ബാക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒച്ച ഉണ്ടാക്കുക. നോക്കുമ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ മുതൽ മൊത്തം തിരിഞ്ഞു നോക്കും. അപ്പോൾ ടോട്ടൽ ആൾക്കാർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഇരിക്കും എന്തോ തിയേറ്ററിൽ പ്രശ്നമുണ്ട്. അങ്ങനെ കുറേ ഫാമിലി ഇറങ്ങിപ്പോകും. അങ്ങനെ കുറേ മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ സിനിമാ തിയേറ്ററിനകത്ത് വരും. വെറുതെ ഒച്ച ഉണ്ടാക്കുക. ഒച്ച ഉണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങോട്ട് തിരിയുമ്പോൾ കുഞ്ഞിനും താങ്ങി പിടിച്ചോ ഓ എൻ്റെ പൊന്നെ പോവാന്ന് പറഞ്ഞാൽ അവറ്റോട് പോകണം. ഞാൻ പല രംഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അന്ന് സിനിമാ നടനല്ല കേട്ടോ. ഞാൻ സിനിമാ തിയേറ്ററിനകത്ത് ടിക്കറ്റ് എടുക്കാൻ ചാലക്കുടി സുരഭിയിലകത്ത് ഒരു ഹാള് പോലെ ഇങ്ങനെ ഗുഹയാണ്. ഗുഹ അതിൻ്റെ ഉള്ളിൽ സൈഡിൽ ഇങ്ങനെ ഒരു ശ്വാസം പോകാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് കെട്ടിയിട്ടുണ്ട്. ഈ ഇടി അങ്ങോട്ട് വരുമ്പോൾ ആഗസ്റ്റ് 1 എന്ന് പറഞ്ഞ പടമാണ് ഞാൻ ഓർക്കേണ്ടതാണ്. ആഗസ്റ്റ് 1 പിന്നെ ജാസ് സിനിമ. ഇടി വന്നിട്ട് ഞാൻ നേരെ മോളിൽ കയറിയിട്ട് 2 കാല് ഈ ഭിത്തിയിൽ വെച്ച് ചവിട്ടിയിട്ട് മോളിൽ കയറിയിരിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലിരിക്കുക ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക പോകാൻ പറ്റാണ്ട്. അപ്പോൾ ചില ചേട്ടന്മാർ പറയും എന്താ പറഞ്ഞാൽ നിനക്ക് ചേട്ടാ ശ്വാസം കിട്ടണില്ല ചേട്ടാ നിൽക്കാൻ പറ്റണില്ല അവിടെ ആൾക്കാർ ഇടിച്ചുകൊണ്ടെങ്കിൽ ഇറങ്ങടാ ഇങ്ങോട്ട് എന്ന് പറയും. അല്ല കാട്ടുള്ള ചേട്ടന്മാർ അവിടെ എത്തിയിട്ട് നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി ടിക്കറ്റ് എടുത്തിട്ട് ആ പടം പോയി കണ്ട ഒരുപാട് നിമിഷങ്ങളുണ്ട്. അങ്ങനെ ആ ഓരോ നിമിഷങ്ങളിൽ നിന്നും ഞാൻ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുക. ചാലക്കുടിയിൽ ഏതാ പടം എന്നറിയണില്ല. അന്നും ഇങ്ങനെ വിസ്താരമായിട്ടുള്ള സ്ക്രീൻ. വിസ്താരം എന്ന് പറയുന്ന സാധനം 70mm. അതിലിങ്ങനെ കണ്ടിട്ട് കിടിഞ്ഞു വേണ്ടി ഞാൻ. അപ്പം അങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് കിട്ടിയ നമ്മുടെ നടന്മാരെയും ഒരുപാട് നടന്മാരുണ്ട്. സത്യൻ സാറ് മുതൽ നസീർ സാറ് മുതൽ ജയൻ സാറ് മുതൽ എത്രയോ ആൾക്കാർ ഇവരൊക്കെ ഇപ്പോഴും മരിച്ചാലും നിത്യവസന്തമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കലാഭവൻ മണി മരിച്ചാലും എന്നും നിത്യവസന്തമായിട്ട് തന്നെ നിൽക്കും. കാരണം ഒരുപക്ഷെ നസീർ സാറ് മരിച്ചാലോ അല്ലെ ജയൻ സാറ് മരിച്ചാലോ അവർക്കൊറ്റ പരിപാടി ഉണ്ടാവുള്ളൂ. അവരെ കാണിക്കുകയാണെങ്കിൽ കലാഭവൻ മണി ഇപ്പോൾ എഴുതി കാണിക്കുകയാണ് നാളെ രാവിലെ 9:30 കലാഭവൻ മണി നിര്യാതനായി എന്ന് കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ചാനലുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുണ്ടാവുക. ഇയാളുടെ നാടൻപാട്ട് മുതൽ മിമിക്രി മുതൽ തെലുങ്ക് സിനിമ, തമിഴ് സിനിമ, കന്നഡ സിനിമ, മലയാളം സിനിമ ഒരുപാട് വർഷങ്ങൾ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചത്തെ എപ്പിസോഡ് തന്നെ ഉണ്ടാവും. ഒരുപാട് സാധനം കാണിക്കാൻ തന്നെ. ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ടേ പറഞ്ഞിട്ടെ ഞാൻ. ഇപ്പോൾ ഈ സിനിമാ നടന്മാർ മരിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അതേമാതിരി സിനിമയിലുള്ള ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും സിനിമയെക്കുറിച്ച് സംസാരിക്കും, എല്ലാത്തെയും കുറിച്ച് സംസാരിക്കും. പക്ഷെ ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിത പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫലിതങ്ങളും ഇതൊക്കെ സംസാരിക്കും.